ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ വീഡിയോസിലായിട്ട് നമ്മൾ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയുടെ ഫോർമുല പഠിച്ചു. ഇതിൻ്റെ ജനറൽ ഫോർമുല ഇങ്ങനെയാണ്: ക്യാപിറ്റൽ I ഈക്വൽസ് സിഗ്മ എം ഐ റോ ഐ സ്ക്വയർ എന്നാണ്. റോ ഐ എന്ന് പറയുന്നത് ഏത് ആക്സിസിന് അബൌട്ടായിട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത് ആ ആക്സിസിൽ നിന്ന് ഓരോ പാർട്ടിക്കിൾസിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. എം എന്ന് പറയുന്നത് ആ പർട്ടിക്കുലർ പാർട്ടിക്കിളിൻ്റെ മാസ്സാണ്. ഇപ്പം ഞാൻ ഒരു ഡിസ്ക്രീറ്റ് സിസ്റ്റം അസ്യൂം ചെയ്യുന്നു. ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസിൽ കൂടെ പാസ് ചെയ്യുന്ന ആർബിട്രറി ഡയറക്ഷനിൽ പാസ് ചെയ്യുന്ന ഒരു ആക്സിസ് ഞാൻ കൺസിഡർ ചെയ്യുന്നു. ഈ ആക്സിസ് പാസ് ചെയ്യുന്നത് സെൻറ്റർ ഓഫ് മാസിൽ കൂടെ ആയിരിക്കണം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ ആക്സിസിന് പേര് കൊടുക്കുന്നു എ ബി. The condition is ഇതാണ് കണ്ടീഷൻ. ഇത് കണ്ടിന്യൂസ് സിസ്റ്റം ആണെങ്കിലും ഡിസ്ക്രീറ്റ് സിസ്റ്റം ആണെങ്കിലും ഈ കണ്ടീഷൻ ബാധകമാണ്. ഇനി ഈ ആക്സിസിന് അബൌട്ടായിട്ടല്ലാതെ വേറെ ഏതെങ്കിലും ഒരു ആക്സിസ് ഈ ആക്സിസിന് പാരലലായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഈ ആക്സിസിന് പാരലലായിരിക്കണം. ഇപ്പോൾ വരയ്ക്കുമ്പോൾ പാരലലാകുമോ എന്നറിയില്ല. ഓൾമോസ്റ്റ് പാരലലാണ്. ഇപ്പോൾ ഈ ആക്സിസിന് ഞാൻ പേര് കൊടുക്കുന്നു പി ക്യു. ആൻഡ് ദ കണ്ടീഷൻ ഈസ്, ഇവിടെ വേണ്ട കണ്ടീഷൻ ഇവിടെ വയ്ക്കാം. PQ to AB അതായത് ഈ പി ക്യൂവും എ ബിയും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ഇവിടെ എടുക്കുന്ന ഡിസ്റ്റൻസ് എല്ലാം പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് h ആണ്. ദിസ് ഡിസ്റ്റൻസ് ഈസ് സ്മോൾ h. ഇനി നമ്മൾ ഇതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ നോക്കുകയാണ്. എബൌട്ട് വിച്ച് ആക്സിസ് പി ക്യൂ എന്ന് പറയുന്ന ആക്സിസിന് അബൌട്ടായിട്ട് ഉള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കാൻ നോക്കുകയാണ്. അപ്പോൾ നമ്മൾ ആർബിട്രറി ആയിട്ട് ഒരു പോയിൻ്റ് അസ്യൂം ചെയ്യുന്നു, ഒരു പോയിൻ്റ് മാസ്. ആ മാസിൽ നിന്ന് ആ മാസിലേക്ക് എ ബിയിൽ നിന്നുള്ള ദൂരം അത് റോ ഐ ആണെന്ന് നമുക്കറിയാം. പി ക്യൂവും എ ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് അത് h ആണെന്ന് നമുക്കറിയാം. h വെക്ടറാണ്. is always a vector quantity and I take this distance. തന്നെ വരയ്ക്കാം. ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് റോ ആണ്. റോ ഐ ആണ് ആർബിട്രറി ആയിട്ട് ചൂസ് ചെയ്യുന്ന പോയിൻ്റാണ്. MI ആണ് മാസ്. അപ്പോൾ ഇതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ, ഈ മാസിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് I
I equals mi. നമ്മുടെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ പി ക്യൂ ആണ്. ആ കണ്ടീഷനും കൂടെ എഴുതിയേക്കാം. ആ കാര്യം പ്രത്യേകം ഓർക്കണം. നമ്മൾ പി ക്യൂവിന് അബൌട്ടായിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ആണ് കണ്ടുപിടിക്കുന്നത്. എം ഐ എന്നുള്ള മാസിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ നോക്കുമ്പോൾ റോ ഐ സ്ക്വയർ എന്ന ക്വാണ്ടിറ്റി ഈ ആക്സിസിൽ നിന്നുള്ള ഇതാണ്. ഞാൻ ഇവിടെ എടുത്തേക്കുന്ന ഈ റോ ഐ എന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് മാസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ്. അതായത് നമ്മൾ ഈ ആക്സിസ് ഞാനിതിൻ്റെ ഈ സൈഡിൽ നിന്നുള്ള വ്യൂ വരയ്ക്കാം. ഈ സൈഡിൽ നമ്മൾ കാണുമ്പോൾ എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞാൽ ഇത് എ ആയിരിക്കും, ഇത് പി ക്യൂ ആയിരിക്കും, ഇത് എ ബി ആയിരിക്കും, ഇത് പി ക്യൂ ആയിരിക്കും. മോളിൽ നിന്ന് നോക്കുമ്പോൾ ഇതിൻ്റെ സൈഡിൽ ഒരു പോയിൻ്റ് മാസ് എം ആയി നമുക്ക് കാണാം. ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എച്ച് വെക്ടർ, ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് റോ ഐ, ഡിസ്റ്റൻസ് വെക്ടർ. പക്ഷെ നമുക്കിവിടെ അപ്ലൈ ചെയ്യേണ്ടത് ഈ വെക്ടറാണ്. ഏത് ആക്സിസിന് അബൌട്ടായിട്ടാണ് റൊട്ടേറ്റ് ചെയ്യേണ്ടത് അവിടെ നിന്നുള്ള വെക്ടറാണ് നമുക്ക് എടുക്കേണ്ടത്. അതുകൊണ്ട് നമുക്ക് എടുക്കേണ്ട വെക്ടർ പി ക്യൂവിൽ നിന്ന് എം ഐയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. അതറിയാനായിട്ട് നമ്മൾ വെക്ടർ അഡീഷൻ്റെ ഒരു കൺസെപ്റ്റ് ഉപയോഗിക്കുന്നു. അങ്ങനെ നമുക്ക് കിട്ടുന്നത് ഈ വെക്ടർ എന്ന് പറയുന്നത്, ഈ പി ക്യൂവിൽ നിന്ന് എം ഐയിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, നമുക്കിവിടെ ട്രയാങ്കുലർ ലോ ഓഫ് അഡീഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും എച്ച് വെക്ടർ ടു പ്ലസ് പി ക്യൂ ടു എം ഐ വെക്ടർ എന്ന് പറയുന്നത് വെക്ടർ സമ്മാണ് റോ ഐ ആയിരിക്കും. അതായത് പി ക്യൂ എം ഐ വെക്ടർ എന്ന് പറയുന്നത് റോ ഐ മൈനസ് എച്ച് വെക്ടർ ആയിരിക്കും. എല്ലാം വെക്ടർ ക്വാണ്ടിറ്റീസ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ക്വാണ്ടിറ്റി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇതാണ് ഇവിടെ വേണ്ടത്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഫോർമുല ഐ ഈക്വൽസ് എം ഐ റോ ഐ വെക്ടർ മൈനസ് എച്ച് വെക്ടർ എന്നാണ് എൻ്റെ സ്ക്വയർ. ഇനി എം ഐ റോ ഐ ആണ്, എച്ച് ഐ ഒന്നുമില്ല, അത് ഫിക്സഡ് തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് ഓവർ ഐ സമ്മേഷൻ ചെയ്യാം. ഇനി നമുക്കിതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാം. ഞാൻ കുറച്ചുകൂടെ ബോൾഡായിട്ടുള്ളത് ഈക്വൽസ് സമ്മേഷൻ അവിടെ തന്നെയുണ്ട്, എം ഐ അവിടെ തന്നെയുണ്ട്. ഇനി ഇത് രണ്ടും വെക്ടർ ക്വാണ്ടിറ്റീസ് ആണ്. ഇതിൻ്റെ ടോട്ടലായിട്ടുള്ളതും വെക്ടറാണ്. എന്ന് വെച്ചാൽ ഇതിൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ റോ ഐ വെക്ടർ മൈനസ് എച്ച് വെക്ടർ ഡോട്ട് റോ ഐ വെക്ടർ മൈനസ് എച്ച് വെക്ടർ ആണ്. അതായത് എ വെക്ടർ സ്ക്വയർ എന്ന് വെച്ചാൽ എ വെക്ടർ ഡോട്ട് എ വെക്ടർ ആണ്. ആ കൺസെപ്റ്റ് വെച്ചാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. ഇനി സാധാരണ പോലെ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തെടുത്താൽ കിട്ടുന്നത് സിഗ്മ ഓവർ ഐ എം ഐ റോ ഐ ഡോട്ട് റോ ഐ എന്ന് പറയുന്നത് റോ ഐ സ്ക്വയർ ആയിരിക്കും, മൈനസ് എ പ്ലസ് ബി ഹോൾ സ്ക്വയറിൻ്റെ ആ ഫോർമുല തന്നെ ഇവിടെ ഉപയോഗിക്കാം.
മൈനസ് 2 റോ ഐ വെക്റ്റർ ഡോട്ട് എച്ച് വെക്റ്റർ. അങ്ങനെ നമുക്ക് എഴുതാം. പ്ലസ് എച്ച് വെക്റ്റർ സ്ക്വയർ നമുക്ക് എഴുതാം. ഇപ്പോൾ ഇവിടെ നമുക്ക് 3 ടേംസ് കിട്ടിയിട്ടുണ്ട്. ഇതിൽ ആദ്യത്തെ ടേമിന് ഓരോ ടേമിനും നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഓരോ ടേമിലും ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്താൽ കിട്ടുന്നത് ഫസ്റ്റ് ടേം. ഞാൻ ബ്ലാക്ക് കളറിൽ എഴുതുന്നു. ഫസ്റ്റ് ടേം ഐ എം ഐ റോ ഐ സ്ക്വയർ പ്ലസ് തേർഡ് ടേം സിഗ്മ ഐ എം ഐ എച്ച് വെക്റ്റർ സ്ക്വയർ പ്ലസ് മൈനസ് ആണ്. അടുത്തത് മൈനസ് സൈനാണ്. മൂന്നാമത്തത് എടുത്താൽ സിഗ്മ ഐ എം ഐ ഇൻറ്റു 2 ഇൻറ്റു റോ ഡോട്ട് എച്ച് റോ ഐ ഡോട്ട് എച്ച് വെക്ടറാണ് നമുക്ക് കിട്ടുന്നത്. ഈ റോയും എച്ചും പെർപെൻഡിക്കുലർ ആയിരിക്കണം ഒരു നിർബന്ധമില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ ഞാൻ എടുത്തത്. ഇനി നമ്മൾ തേർഡ് ടേമിലേക്കൊന്ന് നോക്കുക. ഇതെന്ന് പറയുന്നത് 0 ആയി പോകും. ബിക്കോസ് നമ്മൾ ഈ കൺസിഡർ ചെയ്യുന്നത് ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഈ തേർഡ് ടേം ഞാൻ ഇങ്ങോട്ടൊന്ന് എടുത്തെഴുതാം. ക്യാൻവാസിൽ തേർഡ് ടേം എഴുതി കഴിഞ്ഞാൽ സിഗ്മ ഓവർ ഐ ഇൻറ്റു എം ഐ 2 ഇൻറ്റു റോ ഡോട്ട് എച്ച് എന്നാണ്. റോ ഐ ഡോട്ട് എച്ച് എന്നാണ് നമ്മുടെ ഫോർമുല. ഈ 2 കോൺസ്റ്റൻ്റ് ആണ്. 2 നമുക്ക് പുറത്തേക്ക് എഴുതാം. ഈ റോ ഡോട്ട് എച്ച് അതെടുത്തിട്ട് നമ്മൾ സമ്മേഷൻ ചെയ്ത് കഴിയുമ്പോൾ ഇത് മൊത്തത്തിൽ 0 ആയി പോകും. ദിസ് വിൽ ബിക്കം 0. ഇവിടെ ഈ എച്ച് കോൺസ്റ്റൻ്റ് ആണ്. അതിനും കൂടെ നമ്മൾ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ അത് ഈ സെൻറ്റർ ഓഫ് മാസിൻ്റെ ഒരു ഫോർമുലയായിട്ട് മാറും. സെൻറ്റർ ഓഫ് മാസ് എന്തായാലും സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ വെക്ടറിൻ്റെ ഒരു ഫോർമുലയുടെ രീതിയിലായിട്ട് മാറും. നമ്മളിവിടെ സെൻറ്റർ ഓഫ് മാസത്തിലാണ് ആ ആക്സിസ് ഇരിക്കുന്നത്. അതുകൊണ്ട് അതിൽ നിന്ന് ഫർദർ ഡിസ്റ്റൻസ് ഒന്നുമില്ല. അതുകൊണ്ട് ആ ക്വാണ്ടിറ്റി 0 ആയി പോകും. സോ ദിസ് വിൽ ബിക്കം 0 ആൻഡ് ദിസ് ക്വാണ്ടിറ്റി ഈസ് moment of inertia of about center of mass, about the axis through center of mass. This quantity is I about axis through center of mass plus ഇവിടെ എച്ച് സ്ക്വയർ കോൺസ്റ്റൻ്റ് ആണ്. സിഗ്മ എം ഐ എന്ന് പറയുന്നത് ക്യാപിറ്റൽ എം ആണ്. ക്യാപിറ്റൽ എം എച്ച് സ്ക്വയർ ആണ്. ഇതാണ് പാരലൽ ആക്സിസ് തിയറം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ കണ്ടീഷൻ എന്തായിരുന്നു? എ വി ആക്സിസ് നമ്മുടെ സെൻറ്റർ ഓഫ് മാസിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു ആക്സിസ്. ആ ആക്സിസ് ഏത് ഡയറക്ഷനിലേക്ക് വേണമെങ്കിലും ആവാം. എന്തായാലും ആ ആക്സിസിൽ കൂടെയുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ നമ്മൾ അറിഞ്ഞിരിക്കണം. ആ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ അറിയാമെങ്കിൽ ആ ആക്സിസിന് പാരലലായിട്ട് പോകുന്ന പി ക്യു, ആ ആക്സിസിന് സെൻറ്റർ ഓഫ് മാസിൽ കൂടെയുള്ള ആക്സിസിന് പാരലലായിരിക്കണം പി ക്യു എന്നുള്ളത് നോക്കണം. അത് ഈ രണ്ട് ആക്സിസും തമ്മിലുള്ള ഡിസ്റ്റൻസ് എച്ച് അറിയാമെങ്കിൽ സെൻറ്റർ ഓഫ് മാസിൽ കൂടെയുള്ള ആക്സിസിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ പ്ലസ് എം എച്ച് സ്ക്വയർ ഇത് ചെയ്താൽ മതി. ഇതിൻ്റെ സം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ ആ സിസ്റ്റത്തിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കിട്ടും. അതാണ് പാരലൽ ആക്സിസ് തിയറം പറയുന്നത്. ഈ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിറൈവ് ചെയ്യാം. താങ്ക് യു.